ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഉച്ചക്കട പൊഴിയൂർ റോഡിലാണ് കേട്ടോ. കണ്ടോ, ഉച്ചക്കട പൊഴിയൂർ റോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രുചി ഫ്രൈഡ് ചിക്കൻ എന്നുള്ള ഷോപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, ചിക്കൻ ഫ്രൈ ഉണ്ടോ, ആണ് നമ്മളെ കട കേട്ടോ. അപ്പോൾ നമുക്ക് കടയ്ക്കകത്തുള്ള ഇന്നത്തെ ഇവരുടെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ഇവിടുത്തെ സ്പെഷ്യൽ എന്തിനാണ്? ഫ്രൈഡ് ചിക്കനാണ്. ഫ്രൈഡ് ആയിട്ടുള്ളത്. അതെ, ഇവിടെ അതാണ് ക്വാളിറ്റി കൂടുതലുള്ളത്. നമ്മളെ സുലൈമാക്കാൻ്റെ ഫ്രൈഡ് ചിക്കൻ എന്നാണ് ഇതിൻ്റെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. അതെ, ഇത് കോഴിയാണ്. ഒരു കോഴി 8 പീസാണ്. ഒരു കോഴി 8 പീസാണ് അല്ലേ? അതെ, 1,700 കോഴിയാണ്. 1,700, 1,750 വരെ. ആ 8 പീസ് ആ വെയിറ്റ് ഉണ്ടാവും. അതുണ്ട്. ആ വെയിറ്റ് വേണമെങ്കിൽ തന്നെ മസാല ഇടുന്നത്. മസാല ഇട്ടത് ഇവിടെ എടുക്കുന്നത് നോക്കാം. നമ്മളെ ഇത് 8 പീസാണ് ഒരു കോഴി. ഇത് 5 പീസ്, 4 പീസ്. അപ്പോൾ ഒരു കോഴി 8 പീസായിട്ട് കട്ട് ചെയ്യും അല്ലേ? വലിയ പീസാണ്. ഇത് 4 പീസ്, 2. ഇത് 4 പീസ്, 8 പീസ് വരും. 8 പീസ് വരും. ഞാൻ ചില്ലറയ്ക്ക് കോമ്പായിട്ട് വരണമെങ്കിൽ 12 പീസ് 800 രൂപയ്ക്ക് കൊടുക്കും. 12 പീസ് 800 രൂപയ്ക്ക് കൊടുക്കും. വളരെ തുച്ഛമായ റേറ്റ്, 800 രൂപയ്ക്ക്. 15 പീസ് കൊടുക്കുകയാണെങ്കിൽ 1000 രൂപ വാങ്ങുന്നുള്ളൂ. 15 കുപ്പൂസ് കൊടുക്കും, 15 മാനീസ് കൊടുക്കും, 15 കെച്ചപ്പ് കൊടുക്കും, ഫ്രഞ്ച് ഫ്രൈസ് അതുപോലെ കൂടുതൽ ചോദിക്കുക അതുപോലെ കൊടുക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിന്. പെപ്സി ഇല്ല, ബാക്കി ഉള്ളതെല്ലാം. ഒരു പീസ് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കത്തന്നെ ചെയ്യും. 15 പീസ് എത്ര രൂപ? 15 പീസ് 1000 രൂപയുള്ളൂ. 1000 രൂപയുള്ളൂ കേട്ടോ. 15 പീസ് ഒരു കോഴി 1,800 കോഴിയാണ്. ചെറിയ കോഴിയൊന്നുമല്ല, വയസ്സായ കോഴിയാണ്. നല്ല സൈസായ കട്ടിംഗ് ആണ് കേട്ടോ. കട്ടിങ്സ് ഒക്കെ സൂപ്പറാണ്. ഒരു വലിയ ആളിന് 2 പീസ് മതി, ധാരാളമാണ്. അവിടെ എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. പൊരിച്ചുകൊണ്ടിരിക്കുന്നു, കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഫ്രൈഡ് ചിക്കൻ അതേ മെഷീനാണ്. മെഷീനിലാണ് എല്ലാം ചെയ്യുന്നത്. 27 ലിറ്റർ എണ്ണ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. 27 ലിറ്റർ എണ്ണ ഇതിലുണ്ടോ? അതെ, 27 ലിറ്റർ എണ്ണയാണ്. അത് ഇന്ന് തിരുമ്പും, നാളെ കുറച്ച് അതിന് കുറവുള്ളത് നാളെ ഒഴിച്ചു കൊടുക്കും. ബാക്കിയുള്ള പിന്നെ ഒരു 3 ദിവസം കഴിയുമ്പോൾ എണ്ണ മാറ്റും. 3-4 മാസം കഴിയുമ്പോൾ എണ്ണ മാറ്റി, 4 ദിവസം കഴിയുമ്പോൾ എണ്ണ മാറ്റി, എണ്ണ വേറെ ആൾ വന്ന് എടുക്കുന്നുണ്ട്. അവർ വേറെ ആൾക്കാർ എടുത്തിട്ട് പോകും. അതെ. അപ്പോൾ വായിക്ക് രുചിയായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കണ്ടോ എങ്ങനെയാണ് വേണ്ട ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ വന്നിട്ട് മാവിലായിടുന്നത് ഉണ്ടോ. മൈദാമാവും ബ്രെഡിങ് മിക്സിങ്ങുമാണ് ഇതിൻ്റെ പൊടി. മൈദാമാവും ബ്രെഡിങ് മിക്സിംഗ് എന്ന് പറഞ്ഞ പൊടി കിട്ടുന്നുണ്ട്. തോംസൺ കമ്പനി വള്ളക്കടവിൽ ഒരു ഇതുണ്ട്, ബ്രെഡ് മിക്സിംഗ്. ബ്രെഡ് മിക്സ് പൊടി എന്ന് ചോദിച്ചാൽ കിട്ടും അവിടെ. അതാണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. 20 കിലോ മാവിന് 1 കിലോ പൊടിയാണ്. 20 കിലോ മാവിന് 1 കിലോ പൗഡർ. 1 കിലോ പൗഡർ ചേർക്കണം. ചേർത്താൽ അതിന്റെ ക്വാളിറ്റി കറക്റ്റേ കിട്ടുള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെള്ളത്തിൽ ഇട്ട് വീണ്ടും വെള്ളത്തിലിടണം അല്ലേ? അതെ, തിരിച്ച് ഇങ്ങോട്ട് ഇടണം. വെള്ളത്തിലിട്ടുണ്ടെങ്കിൽ കറക്കും, ചോക്ക് ഈ നിറം കിട്ടത്തില്ല, ഈ കളർ കിട്ടത്തില്ല. ഇതിന്റെ പകുതി പ്രോസസ്സിംഗ് ആയിട്ടുണ്ട് അല്ലേ? അതെ, വീണ്ടും തിരിച്ചിടുകയാണ്, മാവിലോട്ട് ഇടുക. വീണ്ടും മാവിലോട്ട് ഇടുകയാണ്. മാവിലിട്ട് നല്ലോണം ആഡ് ചെയ്തിട്ട് നമ്മൾ പതുക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടഞ്ഞ് ഓരോ മോഡൽ വേറെ രീതിയാണ്. പക്ഷെ നല്ലോണം കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ വികസനം ഉണ്ടാവാൻ കാണാൻ നല്ല ഇതുണ്ടാവും. നന്നായിട്ട് വികസിച്ച് വരും അല്ലേ?
നല്ല വലിയ വലിയ സൂപ്പർ പീസ് അതാ അരക്കോഴി. അരക്കോഴിയാണ്. ഇത് കാക്കോഴിയാണ്. കാക്കോഴിയാണ്. 2 പീസ്. ജസ്റ്റ് അതെ, ജസ്റ്റും കയ്യുമാണ്. 2 പീസാണ് മതി. ആണ്ടോ എല്ലാം ചെറിയ പരിപാടിയാണ്. പക്ഷെ എന്നാൽ ചെയ്യുന്നത് നല്ല വൃത്തിയോടെയും നല്ല കൃത്യമായിട്ടും അളവ് കൃത്യമായ ഓർഡറിലും ചെയ്ത് കൊടുക്കുന്നു. കണ്ണിന് മുമ്പാണ്, മറവൊന്നുമില്ല. ഇതാണ് നമ്മുടെ സുലൈമാനിക്കാണ് കേട്ടോ. നമ്മുടെ ഇക്കാരുടെ പേര് സുലൈമാനിക്കാണ്. എവിടെയാണ് നമ്മുടെ ഈ കടയുടെ ലൊക്കേഷനൊക്കെ വരുന്നത്? പഴവഞ്ചാല ഉച്ചക്കട പൊഴിയൂരിനകത്ത്. ഈ പൊഴിയൂർ ഉച്ചക്കട റോഡ് അല്ലേ? അതെ അതെ, പഴവഞ്ചാലയാണ്. പഴവഞ്ചാലയാണ് നമ്മുടെ പൊഴിയൂർ എത്തണ്ട. ഉച്ചക്കട കഴിഞ്ഞാൽ പൊഴിയൂർ. പാറശാല, പൂവാറ്, ഇവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ടല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ. പുല്ലുവള, പട്ടണം, എരമൺതുറ, അവിടെ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഫാമിലിയൊക്കെ വരുന്നുണ്ട് വൈകുന്നേരം. ഇവിടെയൊക്കെ എന്തൊക്കെ വേണം, അത് പൊറോട്ട വെച്ചാൽ പൊറോട്ട എന്ത് വെച്ചാലും അവർ കൊടുക്കാം. അവർ സന്തോഷമായിട്ട് പോകുന്നുള്ളൂ ഇവിടെ നിന്ന്. തൃപ്തിയോടെ പോകണം, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ പാക്കിങ് ഓർഡർ ഉണ്ട്. പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മയോണൈസ്, 2 കച്ചപ്പ്, 1 ബന്ന്, 1 കുപ്പൂസ് ഇതിന്റെ കൂടെ വയ്ക്കുന്നത് അല്ലേ? ഒരു 2 പീസ് 160 രൂപയ്ക്ക് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഒരു ബോക്സ് 160 രൂപ. ഓക്കെ. അപ്പോൾ ഇന്ന് ഓർഡർ ഉണ്ടല്ലേ? സ്പെഷ്യൽ ഓർഡർ ഉണ്ടല്ലേ? ഇന്ന് ഓർഡർ വരും. ഞാൻ അങ്ങനെ ഓർഡർ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇന്ന് ഓർഡർ ഉള്ള ദിവസമാണ് കേട്ടോ. വയ്ക്കാൻ പാടില്ല. എന്നാലും എൻ്റെ കൈ വൃത്തിയായതുകൊണ്ട് അങ്ങനെ ചെയ്യാണ്. എന്നാലും കൈ കൊണ്ട് വെച്ചില്ല ഞാൻ. ശരി, എന്നാലും കൈ കൊണ്ട് വെച്ചു. ഇന്ന് ഓർഡർ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സെറ്റിങ്സ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 150 രൂപ കൊടുക്കും. ഒരു ബോക്സ് 150 രൂപയ്ക്ക് കൊടുക്കും. അതായത് 160 ആണ്ടോ മയനൈസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ടാക്കുന്ന മയനൈസാണ് കേട്ടോ. ആണ്ട ഒരു കുബ്ബൂസൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. സമയമായോ ഇതിൻ്റെ എടുക്കാൻ വേണ്ടി? ഒരു 3 മിനിറ്റ് കൂടെ. നല്ല വേവ് വേണമെന്ന് പറഞ്ഞു. നന്നായിട്ട് വേഗം. ആൾക്കാർക്ക് നല്ല വേണം ഇവിടെ. സിറ്റിയിലേക്കാണെങ്കിൽ ഗൾഫിലേക്കാണെങ്കിൽ പക്ഷിക്കാണ് കൊടുക്കുന്നത്. ഇത് കുറച്ചുകൂടെ വേഗം, നല്ല വേണം. പിന്നെ ഫ്രഷ് കോഴി, അന്നുള്ള കോഴി, അന്നുള്ള കോഴിയാണ്. ഡെയിലി ഫ്രഷ്. ഡെയിലി ഫ്രഷ്. പിന്നെ ഗൾഫിലേക്കാണെങ്കിൽ തല്ലാജാണല്ലോ കൂടുതലും. അതെ അതെ. ഉണ്ടോ? അപ്പോൾ ഇതിനിടയിൽ ബെറോട്ട അടിയും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. ആണ്ട അത്യാവശ്യത്തിന് വേണ്ട ബെറോട്ടയും കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ട, ബീഫ്, ചിക്കൻ, എല്ലാം ഉണ്ടല്ലേ? ആണ്ടോ ഇടയ്ക്കുള്ള പരിപാടിയാണിത്. ചിക്കൻ ചാപ്സ്, ചിക്കൻ ഫ്രൈ, ബീഫ് പേട്ട്, ചപ്പാത്തി, ദോശ, പൊറോട്ട എല്ലാം ഉണ്ടല്ലേ? എല്ലാ ഐറ്റവും ആവശ്യത്തിനുള്ള ഐറ്റങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എടുക്കാൻ സമയമായി കേട്ടോ. ടൈമറൊന്നുമില്ല. ചിലർ ടൈമറൊക്കെ പിടിച്ച് ഇത് എൻ്റെ മനസ്സുകൊണ്ടാണ് എടുക്കുന്നത്. ഇതുവരെയും 5 വർഷം കൊണ്ട് ഇതുവരെയും ആരും ടൈമർ ആവശ്യമില്ല. അല്ല, ആരും ഇതുവരെയും പരാതി പറഞ്ഞിട്ടില്ല. ശക്തമായ തിരക്ക് വരുമ്പം വ്യാഴമിക്ക് വലിയ തിരക്കാണ്. ആ തിരക്ക് വരുമ്പോഴാണ് ആൾക്കാർ മതി വെന്ത് കോരിത്തരിന്ന് പറയും. എന്നിട്ട് പിറ്റേന്ന് ഒന്ന് പറയുകയും ചെയ്യും, കാക്ക അത് ശരിയായില്ല, ഉള്ളത് മതി എന്ന് പറഞ്ഞിട്ടല്ലേ? ഉള്ളത് വെന്ത് മതി എന്ന് പറയും. പീസ് ഉണ്ടോ? സൂപ്പർ പീസ്. 2 പീസാണ്. 2 പീസിൻ്റെ സൈസ് കണ്ടോ? അടിയുണ്ട. ഇതാണ് അടി. ആശാൻ്റെ അടിയാണ്.
അടുത്ത് ഫ്രൈഡ് റൈസിൻ്റെ ഫ്രഞ്ച് ഫ്രൈ ആണ് ഫ്രഞ്ച് ഫ്രൈ. ഫ്രഞ്ച് ഫ്രൈസ് ഇതാ റെഡിയായി. ആണോ ഫ്രഞ്ച് ഫ്രൈസ് സെറ്റായി കേട്ടോ. ഇതിലേ സമയമില്ലാത്തോണ്ട് ഇടുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഓർഡറിന് വേണ്ടി. അപ്പോൾ ഇതുവരെ ഉള്ളതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് അപ്പോൾ ഇന്നൊരു വലിയ ഓർഡറുണ്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മളിന്ന് കറക്റ്റായിട്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗ്യം കിട്ടിയെന്നാണ് പറയുന്നത് കേട്ടോ. ആണ് വലിയൊരു ഓർഡറാണ്, നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഫ്രൈഡ് ചിക്കന് വേണ്ടി വരേണ്ട ഹോട്ടലിൻ്റെ പേരാണ് രുചി ഫ്രൈഡ് ചിക്കൻ ആൻഡ് ഫാസ്റ്റ് ഫുഡ്. നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഉച്ചക്കട പൊഴിയൂർ റോഡിലാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത്. തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സ്ഥാപനത്തിൽ വന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണെന്ന്.